1.5 മീറ്റർ ഫാബ്രിക്കിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു കഫ്താൻ ടോപ്പാണിത്. ഇതിപ്പോൾ ജീൻസിൻ്റെ കൂടെയോ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 30 ഇഞ്ച് വീതിയും 24 ഇഞ്ച് നീളമുള്ള 2 പീസ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ 30 ഇഞ്ചിൻ്റെ സൈഡിലായിട്ട് നമുക്ക് 2 സൈഡിലും നമുക്ക് 8 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. മനസ്സിലായില്ല? അതിൻ്റെ 2 സൈഡിലും 8 ഇഞ്ച് വീതം നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ടോപ്പ് നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുന്നത് റയോൺ ഫാബ്രിക്കിലാണ്. ജോർജറ്റിലും ഷിഫോണിലൊക്കെ ചെയ്താലും നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനി താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 1 ഇഞ്ചിൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഈ ടോപ്പ് നമുക്ക് ടീനേജേഴ്സിന് ഒരു സ്മോൾ സൈസ്, മീഡിയം സൈസ്, ലാർജ് സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെഷർമെൻ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത 8 ഇഞ്ച് വരെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും 8 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തൊന്ന് നിവർത്തിയിട്ട് നമുക്ക് അതിൻ്റെ 2 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ 4 സൈഡും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ടോപ്പിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു.
ഇനി ഈ ടോപ്പ് നല്ല വശമാക്കിയിട്ട് ഒന്ന് നിർത്തിയിട്ടിട്ട് ടോപ്പിൻ്റെ അടിഭാഗത്ത് ലെഫ്റ്റിൽ നിന്ന് 4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെഫ്റ്റിൽ നിന്ന് 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് 12 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ സ്കെയിൽ വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്യാം. താഴെന്ന് സൈഡിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക, മുകളിലേക്ക് 12 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി ഈ ലൈനിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം 2 സൈഡും. അപ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക 24 ഇഞ്ചാണ്. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് കുറവ് മതി എന്നുള്ളവർക്ക് 24 ഇഞ്ചിലും കുറവ് എടുക്കാം. കൂടുതൽ വേണമെന്നുള്ളവർക്ക് 24 ഇഞ്ചിലും കൂടുതൽ എടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.